ദ ജേർണലിസ്റ്റിലേക്ക് വോട്ട് ചോരി എന്ന ആറ്റം ബോംബുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും വിശിഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പോലും വിറപ്പിച്ച രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരുടെ ശ്രദ്ധ ഈ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആ ആരോപണങ്ങൾ, പുറത്തുവിട്ട ആ തെളിവുകൾ രാജ്യമെമ്പാടും ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്തും രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കഴിയില്ല, പപ്പുമോൻ രാഹുൽ ഗണ്ഡി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവർ പിന്നീട് 400 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം നേടി ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന് പറഞ്ഞ BJPയുടെ സ്വപ്നങ്ങളുടെ ചീട്ടുകൊട്ടാരം രാഹുൽ പൊളിച്ചടുക്കുന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ട് ഘടകകക്ഷികളുടെ ബലത്തിലാണ് മോദിജിയുടെ 56 ഇഞ്ച് നെഞ്ച് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ആ വിരിവിലേക്കാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ഗുരുതരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കണക്കുകളും തെളിവുകളും പുറത്തുവിട്ടിരിക്കുന്നത്. പതിവ് പോലെ BJP അണികൾ, അനുഭാവികൾ, BJP പണം കൊടുക്കുന്ന ഓൺലൈൻ അവതാരകർ, യൂട്യൂബ് ചാനലുകാർ, ഗോഡി മീഡിയക്കാർ ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വയനാട്ടിൽ മൈമൂന എന്ന് പറയുന്ന ഒരു താത്തയുടെ പേര് വലിച്ചിട്ട് അവിടെ 4000-ലധികം കള്ളവോട്ട് ചേർത്തു എന്നും പറഞ്ഞൊരു കേന്ദ്രമന്ത്രി രംഗത്ത് വന്നു. അതിനെ തെളിവ് സഹിതം കേരളം തിരിച്ചടിച്ച് പറഞ്ഞു വിട്ടു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളത്തരം കാണിച്ചാൽ അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മട്ടിൽ ഞങ്ങൾ ഇനിയും കള്ളവോട്ട് ചേർക്കുമെന്ന പ്രഖ്യാപിക്കുന്ന വിധത്തിൽ കെ സുരേന്ദ്രനെ പോലുള്ളവർ പറഞ്ഞതിനെയൊക്കെ അടിച്ച് തകർക്കുന്ന വിധത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്കെതിരെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് പ്രാധാന്യത്തോടെ പുറത്തുവിട്ടു എന്ന കാര്യം നമ്മൾ ആദ്യം പരിശോധിക്കണം. കാരണം ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകാത്ത ഒരൊറ്റ മാധ്യമവും ജനാധിപത്യ സംവിധാനത്തിൻ്റെ പാതയിലല്ല, മനുഷ്യർക്കൊപ്പമല്ല, നാടിനൊപ്പമല്ല, മറിച്ച് BJPക്ക് വിടുപണി ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ നിങ്ങളെ ഒരു വാർത്ത കാണിക്കാം. ഇത് ഹരിയാനയിൽ നിന്ന് വന്നതാണ്. ഹരിയാനയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റ സ്ഥാനാർത്ഥി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും വിളിച്ചു വരുത്തുന്നു, അല്ലെങ്കിൽ ആ മുഴുവൻ രേഖകളും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും എത്തിക്കുന്നു. അതിനുശേഷം വീണ്ടും വോട്ടെണ്ണൽ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ജയിച്ച സ്ഥാനാർത്ഥി തോൽക്കുന്നു. സുപ്രീം കോടതി ഈ പുതിയ വോട്ടെണ്ണൽ നടത്തിയതിനു ശേഷം ജയിച്ച സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതി ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഈ വിധത്തിൽ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ അതേ വാദമാണ് സുപ്രീം കോടതിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. കൃത്യമായ കണക്കുകൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ ക്രമക്കേടിന് ഉത്തരവാദികളെന്ന് പറയാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് അനുസരിക്കുകയേ നിർവാഹമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതാണ് സംഭവിച്ചത്. വാർത്ത നോക്കുക. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട തർക്കം, കോടതിയിൽ വീണ്ടും വെച്ച് വോട്ടെണ്ണൽ, ഹരിയാനയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം തിരുത്തി സുപ്രീം കോടതി, പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, EVMകൾ എന്ന് പറയുന്ന ക്രമക്കേടുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് പ്രതിപക്ഷം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന EVMകൾ കോടതി ഇടപെട്ട് നേരിട്ട് വിളിച്ചു വരുത്തി. അതിനുശേഷമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തയുടെ മുഴുവൻ രൂപം ഞാൻ വായിക്കാം. ഹരിയാനയിലെ ബുവാന ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി റദ്ദാക്കി.
നേരത്തെ പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും കോടതി ഇടപെട്ട് വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് കോടതി പരിസരത്ത് വെച്ച് തന്നെ വീണ്ടും വോട്ടെണ്ണൽ നടത്തുകയും പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുകയുമായിരുന്നു. കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു നടപടി. പാനിപ്പറ്റ് ജില്ലയിലെ ബുവാന ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായി മോഹിത് കുമാറിനെ കോടതി പ്രഖ്യാപിച്ചു. അതായത് തോറ്റ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയായ ആൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ആദ്യം കീഴ്ക്കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു. എതിരായ വിധി വന്നതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ നീതി തേടി പോകുന്നു. സുപ്രീം കോടതി ഇത്തരമൊരു നിർണായകമായ നീക്കം നടത്തിയതിനു ശേഷം ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചിരിക്കുന്നു. അതതിന് ഏറ്റവും വലിയ പോയിന്റ്. സമാനമാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള കാര്യം. പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും വലിയ ക്രമക്കേടുകൾ, അതായത് BJP സ്ഥാനാർത്ഥികൾ ജയിച്ച പല ഇടങ്ങളിലും വലിയ ക്രമക്കേടുകൾ. അത് കള്ളവോട്ട് എന്ന വാക്കല്ല രാഹുൽ ഗാന്ധി പറയുന്നത്, വോട്ട് മോഷണം, വോട്ട് കക്കൽ, അതാണ് നടന്നിരിക്കുന്നത്. അതൊരു വലിയ ടേമാണ്, ബ്രോഡ് ആയിട്ടുള്ള വലിയ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഒരു വീട്ടിൽ മാത്രം 100, 200, 300, 400 ഒക്കെ വോട്ടർമാരെ തിരികെ കയറ്റുന്ന സമ്പ്രദായം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സഹോദരന് 2 വോട്ട്, ഡ്രൈവർക്ക് 2 വോട്ട്, പലയിടത്ത് വോട്ട്, പല ആളുകൾക്കും ഈ BJPക്കാർക്ക് പലയിടത്തും വോട്ടാണ്. ആലത്തൂരിലെ ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു, സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലുള്ള BJPക്കാർ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു. കണ്ണൂരിലുള്ള ചില ആളുകൾ പോലും തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി, BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ വയനാട്ടിലെ മൈമൂനത്താത്തയെ എടുത്തു കാണിച്ചിട്ട് 4000-ഓളം പേർക്ക് ഒരേ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി പ്രസ് മീറ്റ് നടത്തി ഒടുവിൽ നാണം കെട്ട് ഓടേണ്ടി വന്നു. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനൽ ഉൾപ്പെടെയുള്ളവർ BJPയുടെ ഈ ദുരാരോപണത്തെ, കള്ള ആരോപണത്തെ പൊളിച്ചടുക്കി. കേരളം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചു. പക്ഷേ BJP ജയിച്ച ഇടങ്ങളിൽ, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടങ്ങളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മേൽ നോട്ടീസ് അയക്കുന്നതിനപ്പുറം, അതിൽ വിശദീകരണം തേടുന്നതിനപ്പുറം എന്താണ് സംഭവിച്ചത് എന്ന് രാഹുൽ ഗാന്ധിയോട് മറുപടി പറയാനുള്ള ധൈര്യം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടില്ല. വിവരാവകാശ രേഖ പ്രകാരം രേഖകൾ ചോദിക്കുമ്പോൾ ഡിജിറ്റലായി നൽകാതെ 7 അടിയുള്ള 3 തട്ടുകളിലായിട്ടുള്ള അത്രയും ഉയരത്തിലുള്ള പേപ്പറുകൾ നൽകിയത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കോടതിയെ സമീപിക്കണം, ആ സമയത്തിനുള്ളിൽ ഈ രേഖകൾ പരിശോധിച്ച് തീരരുത് എന്ന വാശിയുടെ പുറത്താണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ എങ്കിലും കോൺഗ്രസ് രാജ്യവ്യാപകമായി, രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി വോട്ട് ചോരി എന്ന ക്യാമ്പയിൻ അതിശക്തമായി ഉന്നയിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരും രാഹുൽ ഗാന്ധിക്കൊപ്പം അണിചേരുന്നു. ഇനി വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ വരാൻ പോവുകയാണ്. പണ്ട് രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര നടന്ന സമയത്ത് പപ്പമോൻ രാഹുൽ ഗാന്ധി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് അതൊന്നുമല്ല എന്ന് തള്ളിക്കളഞ്ഞ BJPക്കൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ മുന്നേറ്റത്തിന് മുന്നിൽ പതറിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയപ്പോൾ BJPക്കാർ വലിയ തോതിൽ, സ്മൃതി ഇറാനിയൊക്കെ അടക്കമുള്ള ആളുകൾ പൊട്ടിച്ചിരിക്കുകയും അട്ടഹസിക്കുകയും ഫാസിസത്തിൻ്റെ ഒരു പുതിയ രൂപമെന്ന നിലയിൽ അവരുടെ പ്രകടനങ്ങളെ രാജ്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ രാഹുൽ ഗാന്ധി പോയത് പുറത്തേക്കല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവായി തിരിച്ചകത്തേക്ക് തന്നെയായിരുന്നു. ഇതിലും വലിയ പ്രഹരമൊന്നും BJPക്ക് വേറെ കിട്ടാനുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ശക്തമായ നിലപാട് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. രാജ്യം മുഴുവൻ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി കഷ്ടപ്പെട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് സുപ്രീം കോടതി ഈ വിധത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയാൽ, രാഹുൽ ഗാന്ധി പറയുന്ന വോട്ട് ചോരി ആരോപണം ശരിവെക്കുന്ന വിധത്തിൽ റീകൗണ്ടിംഗ് നടന്ന് ഏതെങ്കിലും തരത്തിൽ BJPയുടെ വിജയം കള്ളത്തരം കൊണ്ടാണ് എന്ന് തെളിഞ്ഞാൽ പല സീറ്റുകളും നഷ്ടമാകാനുള്ള, തൃശ്ശൂർ ഉൾപ്പെടെ നഷ്ടമാകാനുള്ള സാധ്യതകളേറെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ, ഇനി നടത്താൻ പോകുന്ന നിയമ പോരാട്ടങ്ങൾ എങ്ങും എത്തില്ല എന്നൊക്കെ ഇപ്പോഴേ പറയുന്നവർ ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഇനി അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടി പറയാം. രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ ചില ബൂത്തുകളിലെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ ഹരിയാനയിലെ തോറ്റ സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്നത്.
പക്ഷേ കോടതി എന്ത് ചെയ്തു? ജൂലൈ 31 ഹർജി പരിഹരിച്ച കോടതി തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സംശയം ജനിപ്പിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് നിരീക്ഷിച്ചു. അതിനുശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. അവിടെ കോടതി ചെയ്തത് തർക്കമുണ്ടായ ബൂത്തിലെ ഫലം മാത്രം പരിശോധിക്കുകയായിരുന്നില്ല, മറിച്ച് മുഴുവൻ ബൂത്തുകളിലെയും ഫലം പരിശോധിച്ചു. അങ്ങനെ 3767 വോട്ടുകളിൽ 1051 വോട്ടുകൾ ലഭിച്ച മോഹിത് കുമാർ വിജയിയായി പ്രഖ്യാപിച്ചു. അയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോറ്റു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അയാൾ ജയിക്കുകയും 1000 വോട്ടുകൾ നേടി കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അതിൽ ജയിച്ചു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി തോറ്റു പോവുകയും ചെയ്തു. അത് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ ആരോപിക്കുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജുഡീഷ്യറിക്ക് മുന്നിൽ തകർന്നടിയുന്ന വിധത്തിലുള്ള ശക്തമായ ജുഡീഷ്യറി സംവിധാനമാണ്, ഭരണഘടനയാണ്, ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നതിന് ഈ ഒരു സംഭവത്തിൽ പരം മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി നടത്താൻ പോകുന്ന നിയമ പോരാട്ടങ്ങൾക്ക് അഗ്നി പകരുന്നൊരു നീക്കമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ബീഹാറിൽ 65 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതുമായി ബന്ധപ്പെട്ട് നടന്ന നിയമ പോരാട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ തള്ളിയത്, ഇവരെന്തുകൊണ്ട് പുറത്തു പോയി, അതിന് കൃത്യമായ വിവരങ്ങൾ തരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന വാക്കാണ്, അല്ലെങ്കിൽ അതിന് മേലെ ഒന്നുമില്ല, അതിന് മേലെ ജുഡീഷ്യറിയിൽ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ആരും ജയിക്കാൻ പോകുന്നില്ല എന്ന മട്ടിലൊക്കെയുള്ള വാദങ്ങൾ വെറും തെറ്റാണ്, വെറും പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. എന്തായാലും രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി ഉന്നയിച്ച ആരോപണം, നടത്താൻ പോകുന്ന പ്രതിഷേധങ്ങൾ, രാജ്യവ്യാപകമായി തന്നെ കണക്കെടുത്ത് നടത്താൻ പോകുന്ന നിയമ പോരാട്ടങ്ങൾ, ഇന്ത്യ മുന്നണി ഇൻവോൾവ് ചെയ്യാൻ പോകുന്ന ഇനിയുള്ള നിയമ പോരാട്ടങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പ്, വളരെ ചെറിയൊരു പതിപ്പാണ് ഹരിയാനയിലെ ഒരു ബൂത്തുമായി ബന്ധപ്പെട്ട്, ഒരു പഞ്ചായത്തിലെ ഒരു ബൂത്തുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അതിന്മേലുണ്ടായ ഈ റിസൾട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മുഴുവൻ തെളിവുകളും രാഹുൽ ഗാന്ധിയുടെ കൈവശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുഴുവൻ തെളിവുകളും ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിക്ക് നൽകുകയാണെങ്കിൽ, ആ തരത്തിൽ ഈ പഞ്ചായത്തിലെ ചെറിയ വിഷയം കൈകാര്യം ചെയ്ത ആ ഗൗരവത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഗൗരവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സുപ്രീം കോടതി ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഞങ്ങൾ ഇനിയും കള്ളവോട്ട് ചേർക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും, അത് ഞങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ കഴിവാണ്, BJP നേതാക്കളും പ്രവർത്തകരും കേരളത്തിൽ എവിടെയും ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് BJP നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന എന്താണ്, ജനാധിപത്യ സംവിധാനം എന്താണ് എന്ന പ്രാഥമിക ബോധ്യം പോലുമില്ലാതെയാണ് യുവമാരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിൽ ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന രേഖകൾ പരിശോധിക്കാൻ, അതുമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നടപടികൾക്ക് സമാനമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി തയ്യാറായാൽ ഒരുപക്ഷേ രാജ്യം ഞെട്ടുന്ന വിധത്തിലുള്ള തുടർ വിവരങ്ങളായിരിക്കും, തുടർ നടപടികളായിരിക്കും ഉണ്ടാകാൻ പോവുക. എന്തായാലും രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ, രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ്, അതിനെ പുച്ഛിച്ചും തള്ളിക്കളഞ്ഞുമൊക്കെ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന BJP ഞെട്ടാൻ ഒരുങ്ങിയിരുന്നോളൂ എന്ന സന്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ BJP ദേശീയ അധ്യക്ഷനോ ആരും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളോട് നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും, മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വളരെ വിശാലമായ അർത്ഥത്തിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു തെളിവും പുറത്തു വിട്ടിട്ടില്ല എന്നും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാൻ ഭയപ്പെടുന്നു എന്നുള്ളതും രാഹുൽ ഗാന്ധി പറയുന്നതിൽ പല ഞെട്ടിക്കുന്ന വസ്തുതകളും ഉണ്ട് എന്ന തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുകയാണ്.